ഇറാനിലേക്ക് ഇസ്രായേലും യുഎസും കടന്നു കയറിയപ്പോൾ മുതൽ വിദഗ്ധരെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞ കാര്യമാണ് ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വിപണി പ്രതിസന്ധിയിലാകും എന്നത്. ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ വജ്രായുധം ആണെന്ന് അറിയാതെയല്ല ട്രംപും നെതന്യാഹുവും ഇറാനിലേക്ക് കടന്നു കയറിയത്. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലൊരു ഭരണകൂട അട്ടിമറി സാധ്യമായില്ല. അങ്ങനെ 12-ാം ദിനമാവുമ്പോഴേക്കും യുദ്ധത്തിന്റെ പ്രതിഫലനം ലോകം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. നോക്കൂ, ഇങ്ങ് കേരളത്തിൽ ഗ്യാസ് അടുപ്പ് കത്തണമെങ്കിൽ ഇനി യുദ്ധം അവസാനിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. ഹോട്ടലുകൾ പൂട്ടാൻ പോകുന്നു എന്ന വാർത്ത കാണുമ്പോൾ നമ്മളെ ഒന്നും ബാധിക്കില്ലല്ലോ, കുറച്ച് മുതലാളിമാരെയല്ലേ ബാധിക്കുന്നത് എന്നാണ് കരുതുന്നതെങ്കിൽ തെറ്റി. ഹോട്ടലുകളെ ചുറ്റിപ്പറ്റിയുള്ള നിരവധി തൊഴിൽ മേഖലകളാണ് പ്രതിസന്ധിയിലാകാൻ പോകുന്നത്. ഹോട്ടൽ തൊഴിലാളികളും അവിടേക്ക് ഗ്യാസ് എത്തിക്കുന്നവരും മാത്രമല്ല, പഴം, പച്ചക്കറി, മത്സ്യം, മാംസം തുടങ്ങിയ ഒട്ടനവധി കച്ചവടങ്ങളും അതുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന വലിയൊരു തൊഴിൽ വിഭാഗവും എങ്ങോ ഉള്ള യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കാൻ പോകുന്നു. വിശക്കുമ്പോൾ ഭക്ഷണം മുന്നിലെത്തി ശീലിച്ച നമ്മൾ ഇനി മുതൽ ആ ഭക്ഷണം നമ്മളിലേക്ക് എത്തിയത് എങ്ങനെ എന്നുകൂടെ വിശാലാർത്ഥത്തിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് എന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലടിക്കുന്നത് നിങ്ങളെന്തിനാ കൊച്ചു കേരളത്തിലിരുന്ന് കവലപ്രസംഗം നടത്തുന്നത് എന്ന് യുദ്ധം ആരംഭിച്ച അന്നു മുതൽ ചോദിച്ചുകൊണ്ടിരുന്ന നിഷ്കളങ്കരോടാണ് യുദ്ധം ഇതാ നമ്മുടെ അടുക്കള വരെ എത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ അടുക്കളകളിൽ ഗ്യാസ് കത്തിക്കണോ എന്ന് യുദ്ധം തീരുമാനിക്കും. ഇറാനും ഇസ്രായേലും അമേരിക്കയും അടക്കമുള്ള രാജ്യങ്ങളും തീരുമാനിക്കും. ഇക്കാര്യം മനസ്സിലാക്കിയാൽ ഭാവിയിലെ സാഹചര്യങ്ങളെ, സമാന സാഹചര്യങ്ങളെ വിലയിരുത്തുന്നതിൽ കുറച്ച് ധാരണ കൂടുതൽ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ